ഈ കത്തി ഉരുളി ഇതാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ച് എന്തിനാണെന്ന് അറിയാമോ? ഇക്കാണെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു ചിക്കൻ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടെന്ന്. പറഞ്ഞു തീർന്നില്ല, എൻ്റെ പേര് വിളിക്കുന്നതായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഇവിടുത്തെ ചിക്കനും എത്തി, കൂടെ നമ്മുടെ ചിക്കനും എത്തിയിട്ടുണ്ടേ. കിട്ടിയ പാടെ ചിക്കനെ എല്ലാം പാത്രത്തിലോട്ടാക്കി എടുത്ത് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവനെ അങ്ങോട്ട് കഴുകി വെളുപ്പിച്ച് നല്ല വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടിക്കിടയിൽ ഞാൻ പറഞ്ഞു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് തരുമോന്ന്. ഒന്നും കേൾക്കാത്ത പറ്റില്ല, ഫോണും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഫോണും ബൈക്കും ഇക്കായും കൂടെ ഒരുമിച്ചാണ് ജനിച്ചതെന്ന് എനിക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ടേ. കുഞ്ഞിക്കോഴി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചട്ടിയിൽ കൊള്ളാനുള്ളതേ ഉള്ളായിരുന്നു. എനിക്കാണെങ്കിൽ ഈ കോഴിയുടെ കരളും കുമ്പുമൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ അതും ഒരു 8 പീസും കൂടെ എടുത്തിട്ടൊന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി നാളെ വെക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ എൻ്റെ പൊന്നീ തകർപ്പം മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നും മഴയോട് മഴ തന്നെ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ച് ചതച്ചു. കൊച്ചുള്ളി കുറച്ച് ചതച്ചു. പിന്നെ കുറച്ച് 2 സവാള എടുത്തെങ്കിലും 1.5 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആഫ്രിക്കയെന്നോ മെക്സിക്കോന്നോ ഒക്കെ വന്ന മല്ലി ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ നിന്ന് 2 പിഴുതുകൊണ്ട് വന്ന് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിഴുതുകൊണ്ടല്ല, ഇല മുറിച്ചോണ്ട് ഇങ്ങ് വന്നിട്ടുണ്ട്. അതും എടുത്ത് അങ്ങോട്ട് വെച്ച് കറിക്കുള്ളതെല്ലാം സെറ്റാക്കി അങ്ങ് വെച്ച്. പണ്ട് നമ്മുടെ ഉമ്മയാണെങ്കിൽ കുഞ്ഞുള്ളി ചേർത്താണ് കൂടുതലും ചേർത്തിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. അതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ടേസ്റ്റ് ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കും നാക്കിൽ വെള്ളം ഓറും. പക്ഷേ ഇപ്പം നമ്മളങ്ങനെയില്ല, കുറച്ച് കുഞ്ഞുള്ളിയും ബാക്കി അത്രയും സവാളയും ചേർത്തിട്ടാണ് കറി വെക്കുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഇതിനൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടുതൽ വേണം കേട്ടോ. കാരണം കുക്കിംഗ് ഗ്യാസിന് നമ്മൾ പൈസ കൊടുത്താലേ കിട്ടത്തുള്ളൂ. പക്ഷേ വയറിനകത്തുള്ള ഗ്യാസ് എൻ്റെ പൊന്നെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കഴിച്ചിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുതേ.